നമാറിടിലും ഇക്കല്ലുകളാർക്കും നിത്യനാം യഹോവയെ വാഴ്ത്തിയിടും. നമാറിടിലും ഇക്കല്ലുകളാർക്കും നിത്യനാം യഹോവയെ വാഴ്ത്തിയിടും. നമസ്കാരം. ഇതെന്റെ കഥയാണ്. ഞാനൊരു കല്ലാണ്. അത്ഭുതപ്പെട്ടോ? അതെ, ഞാനൊരു കല്ലാണ്. എൻ്റെ ജീവിതം മാറ്റിമറിച്ച ഒരു സംഭവമാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ പാപം എത്ര കടും ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കും എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? അത് എൻ്റെ അനുഭവമാണ്. എൻ്റെ വീട് അങ്ങ് കിഴക്കാണ്. മത്തായിച്ചനെ അറിയില്ലേ? അദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്താണ് എൻ്റെ താമസം. എൻ്റെ അമ്മയും അമ്മച്ചിയും ഒക്കെ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. ഞങ്ങൾ പാരമ്പര്യമായി മത്തായിച്ചന്റെ വീട്ടുമുറ്റത്താണ്. പക്ഷെ ഒരു ദിവസം എനിക്കൊരു പുറപ്പാടുണ്ടായി. അതൊരു വല്ലാത്ത അനുഭവമായിരുന്നു. ഒരു ദിവസം മത്തായിച്ചൻ വല്ലാത്ത ദേഷ്യത്തിൽ എന്നെയും എൻ്റെ കുറച്ച് കൂട്ടുകാരെയും ഒക്കെ കൂടെ വാരി കയ്യിൽ പിടിച്ച് ഒറ്റ ഓട്ടം. ആദ്യം എനിക്കൊന്നും മനസ്സിലായില്ല. ഇത്ര നാളും ആ മുറ്റത്ത് കിടന്നിട്ട് ചെരുപ്പ് കൊണ്ട് ചവിട്ടിയതല്ലാതെ എന്നെ ആരും കയ്യിലെടുത്തിട്ടൊന്നുമില്ല. ഞാൻ നോക്കിയപ്പോ മത്തായിച്ചൻ ദൂരേക്ക് എവിടേക്കോ ആണ് പോകുന്നത്. എന്റെ മനസ്സിലാണെങ്കിൽ അമ്മയെ കാണാത്ത വിഷമം. ഞാൻ ഉറക്ക കരയാൻ തുടങ്ങി. ആര് കേൾക്കാൻ? മത്തായിച്ചന്റെ വിരലിന്റെ ഇടയിൽ കൂടി ഞാൻ നോക്കിയപ്പോ മത്തായിച്ചനെ പോലെ കുറെ ആൾക്കാരുണ്ട്. അവരുടെ എല്ലാം കയ്യിൽ കല്ലുണ്ട്. കല്ല് ചേട്ടന്മാരും കല്ല് ചേച്ചിമാരും ഉണ്ട്. എനിക്കെന്തോ അപകടം നടത്തെ. അവരുടെ എല്ലാ സംസാരത്തിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. ഇവരെല്ലാരും കൂടി ഏതോ ഒരു സ്ത്രീയെ കല്ലെറിയാൻ പോവുക. അവരെ വ്യഭിചാര കുറ്റത്തിൽ പിടിച്ചിരിക്കുകയാണ് പോലും. ഭയങ്കര ബഹളം. എനിക്കെന്തോ ഒരു വീർപ്പുമുട്ടൽ. ഇനി എന്നെ അറിയുമ്പോ ആയിരിക്കുമോ ആ സ്ത്രീ മരിക്കുന്നത്? ഞാൻ പിന്നെയും കരയാൻ തുടങ്ങി. എനിക്ക് എൻ്റെ അമ്മയെ കാണണം. പെട്ടെന്ന് എന്തോ ഒരു നിശബ്ദത. ഞാൻ നോക്കിയിട്ട് കുറെ ആൾക്കൂട്ടം. ഒന്നും വ്യക്തമാകുന്നില്ല. എന്തൊക്കെയോ സംസാരത്തിന് ശേഷം മത്തായിച്ചൻ എന്നെ താഴെ ഇട്ടു. എന്നെ മാത്രമല്ല, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കല്ല് ചേട്ടന്മാരെയും കല്ല് ചേച്ചിമാരെയും എല്ലാരെയും താഴെ ഇട്ടു. നല്ല വേദന. ഞാൻ നോക്കിയപ്പോ മത്തായിച്ചന്റെ കൂടെ വന്ന എല്ലാരും കല്ല് താഴെ ഇട്ടു. ഒരു കൂമ്പാരം കല്ല്. എനിക്കൊന്നും മനസ്സിലായില്ല. ഇവരെന്താ ഞങ്ങളെ എറിയാത്ത? മത്തായിച്ചനും എല്ലാരും ഞങ്ങളെ അവിടെ ഇട്ടിട്ട് തിരിച്ചുപോയി. ഞാൻ അവിടെ കിടന്ന് കാറി വിളിച്ചു, മത്തായിച്ചൻ എന്നെ കൂടെ കൊണ്ടുപോകും, എനിക്ക് എൻ്റെ അമ്മയെ കാണണം. മത്തായിച്ചൻ കേട്ടില്ല. എനിക്ക് കരച്ചിൽ വന്നു. എനിക്ക് എൻ്റെ അമ്മയെ കാണണം. അമ്മ എന്നെ കാണാതെ വിഷമിക്കുന്നുണ്ടാകും. ഞാൻ കുറെ കരഞ്ഞു. കൂടെ ഉണ്ടായിരുന്ന കല്ലുചേട്ടന്മാരും ചേച്ചിമാരും എന്നെ ആശ്വസിപ്പിച്ചു. എൻ്റെ കരച്ചിലൊന്ന് അടങ്ങിയപ്പോൾ ഞാൻ നോക്കി. ഒരു സ്ത്രീ അവിടെ ഇരിക്കുന്നു. കരഞ്ഞു കലങ്ങിയിട്ടുണ്ട്. മുഖം കണ്ടാൽ നല്ല കുറ്റബോധമുണ്ട്. അതിനപ്പുറത്ത് ആരും ഉണ്ടല്ലോ. ഞാൻ ഏന്തി വലിഞ്ഞു നോക്കിയപ്പോ ഒരു മനുഷ്യൻ നിലത്തെന്തോ എഴുതിക്കൊണ്ടിരിക്കുന്നു. ആ മനുഷ്യന്റെ മുഖം കാണാൻ ഞാൻ വല്ലാതെ ആഗ്രഹിച്ചു. പതുക്കെ ഒരു കാറ്റ് വീശി. ആ മനുഷ്യൻ തിരിഞ്ഞു. എന്താ തേജസ്! സൗമ്യമായ മുഖം, ഭയങ്കര തേജസ് തന്നെ. ഇതാരായിരിക്കും? അപ്പോഴാണ് കല്ലുചേട്ടൻ പറഞ്ഞത്, ഇതാണ് ദൈവപുത്രനായ യേശു. ഞാൻ കേട്ടിട്ടുണ്ട് യേശുവിനെ പറ്റി. എന്റെ അമ്മച്ചി പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ യേശുവിന്റെ പാദസ്പർശം കേൾക്കാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നത്രേ. പക്ഷെ മത്തായിച്ചന്റെ വീട്ടിൽ കിടന്ന് ഇതൊക്കെ എങ്ങനെ നടക്കാനാ? എനിക്കാണെങ്കിൽ പ്രതീക്ഷിക്കാത്ത ഒരു ഭാഗ്യവും. യേശുവിനെ നേരിൽ കാണാൻ കഴിഞ്ഞല്ലോ. ആ മുഖമൊന്ന് കാണേണ്ടത് തന്നെ. കല്ലുചേട്ടൻ പറയുവാ, യേശു ആണത്രേ മത്തായിച്ചൻ എറിഞ്ഞു കൊല്ലാൻ വന്ന സ്ത്രീയെ രക്ഷിച്ചത്. ആ മനുഷ്യരെയെല്ലാം ഒറ്റ വാക്കുകൊണ്ട് തിരിച്ചയച്ചത്രേ. ഭയങ്കരം തന്നെ. ഇതിനിടയ്ക്ക് യേശു ഒരു സെക്കൻഡ് എന്നെ ഒന്ന് നോക്കി. മനസ്സിലൊരു കുളിർമ. അങ്ങനെ യേശു അവിടുന്ന് പോയി. ഞങ്ങൾ ഒരു കൂമ്പാരം കല്ല് മാത്രം ശേഷിച്ചു. എന്നെ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ആശ്വസിപ്പിച്ചു. ഞാൻ ആ വഴിയിൽ അങ്ങനെ കിടന്നു. മഴയും വെയിലും ഒക്കെ കൊണ്ട്, ആരുടെയൊക്കെയോ ചവിട്ടുകൊണ്ട്, ആരൊക്കെയോ എന്നെ തട്ടിത്തെറിപ്പിച്ചു. ഒടുവിൽ ഒരു ദിവസം ഞാൻ ഏതോ ഒരു വഴിയിൽ അങ്ങനെ കിടക്കുകയായിരുന്നേ. എൻ്റെ പ്രതീക്ഷയെല്ലാം നശിച്ചു. എൻ്റെ അമ്മയോ കുടുംബക്കാരെയോ ആരെയും കാണാൻ ഇനി എനിക്ക് കഴിയില്ല. ഞാനിങ്ങനെ ആരുമില്ലാത്തവനെ പോലെ. അപ്പോൾ ദൂരെ നിന്നും ഒരു ശബ്ദം കേൾക്കാം. കുറെ ആളുകൾ ഒരാളെ കുരിശ് ചുമപ്പിച്ച് കൊണ്ടുവരുന്നു. ഭയങ്കര ബഹളം. അവരെല്ലാം ആ മനുഷ്യനെ ഉപദ്രവിക്കുന്നു, അടിക്കുന്നു, പരിഹസിക്കുന്നു. ആ മനുഷ്യൻ
ഈ മനുഷ്യർ ഒരു വല്ലാത്ത ആളുകൾ തന്നെ. ഒരു മനുഷ്യനെ ഇങ്ങനെയൊക്കെ ചെയ്യാമോ? അവരതാ എന്റെ അടുത്തെത്തി. അയ്യോ, ഇത് യേശു അല്ലേ, അന്ന് ഞാൻ കണ്ട ദൈവപുത്രൻ? അതെ, യേശു തന്നെ. അയ്യോ, ആ തേജസ്സുള്ള മുഖമാണോ ഇവരിങ്ങനെ ആക്കിയത്? കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപമായിരിക്കുന്നു. തലയിൽ മുൾക്കിരീടം. അയ്യോ, എനിക്കിത് കാണാൻ വയ്യ. അതിനിടയ്ക്ക് യേശുവിന്റെ കണ്ണ് എന്റെ മേൽ പതിഞ്ഞോ? അതെ, എന്നെ നോക്കി. അതാ യേശു കടന്നു പോകുന്നു. അയ്യോ, എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. യേശുവും ക്രൂശും എന്റെ മേലെ കടന്നു പോയപ്പോൾ ഒരു തുള്ളി രക്തം, യേശുവിന്റെ രക്തം എന്റെ മേൽ വീണു. അതെന്നെ ആദ്യം ചുട്ടുപൊള്ളിച്ചു, അതിനുശേഷം അതെന്നെ തണുപ്പിച്ചു. അയ്യോ, എനിക്കിത് സഹിക്കാൻ വയ്യ. ഞാൻ ഉരുകി ഇറങ്ങുന്ന പോലെ. ഈ ദൈവപുത്രന്റെ ഒരു തുള്ളി രക്തം എനിക്കായിട്ടാണോ, എന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണോ? ഞാൻ നിലവിളിക്കാൻ തുടങ്ങി. എന്റെ ശരീരത്ത് എന്തൊക്കെയോ സംഭവിക്കുന്നു. എന്റെ പുറത്തെ അഴുക്കെല്ലാം പോയി ഞാൻ ശോഭിക്കാൻ തുടങ്ങി. പൊടിയും അഴുക്കും പിടിച്ചു കിടന്ന ഞാൻ ഇപ്പൊ ഒരു വെള്ളാര കല്ലുപോലെയായി. എന്തോരം മഴ ഞാൻ കൊണ്ടതാ, അതിനൊന്നിനും എന്നെ ഇത്ര വെളുപ്പിക്കാൻ കഴിഞ്ഞില്ല. അത് ദൈവപുത്രന്റെ രക്തം തന്നെ, ഞാൻ സാക്ഷി. എന്റെ കുടുംബത്തിൽ ആർക്കും കിട്ടാത്ത ഭാഗ്യമല്ലേ എനിക്കുണ്ടായത്? നിങ്ങൾക്കറിയുമോ, ഞാനിപ്പോ പഴയ വഴിവക്കിലല്ല. എന്നെ ഒരു മനുഷ്യൻ എടുത്തുകൊണ്ട് പോയി. അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലെ രാജധാനിയിലാണ് ഞാനിപ്പോൾ. പണ്ട് പൊടിയും അഴുക്കും പിടിച്ച് കിടന്ന മത്തായിച്ചിന്റെ വീട്ടുമുറ്റം പോലെയല്ല. അതൊന്നും ഒരു കൊട്ടാരത്തിൽ താമസിക്കാമെന്ന് ഞാൻ സ്വപ്നം പോലും കണ്ടിരുന്നതല്ല. എന്നാൽ ഇന്നിപ്പോ എന്നെ പരിചരിക്കാനും വൃത്തിയാക്കാനും ദിവസവും ആളുകൾ വരെയുണ്ട്. അതാണ് വായിക്കുന്നത്, ഇനി ഈ ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തി ഉന്നതന്മാരോട് കൂടെ ഇരുത്തുമെന്ന്. പ്രിയരെ, ഇതാണ് എന്റെ കഥ. യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്. യേശുക്രിസ്തുവിന്റെ ഒരു തുള്ളി രക്തത്തിന് എന്റെ ജീവിതം മാറ്റാമെങ്കിൽ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് വേണ്ടി ചിന്തിയ യേശുവിന്റെ രക്തം നിങ്ങളെ വിലമതിക്കാനാവാത്തതാക്കും. കുറച്ച് നാളുകൾ മുമ്പ് എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു സബ്ജക്റ്റ് ആയിരുന്നു ഈ യേശുവിന്റെ ക്രൂശീകരണ വഴിയിൽ അവിടെ കിടന്ന ഒരു കല്ല്. ആ കല്ല്, ആ ക്രൂശീകരണം എങ്ങനെ കാണുന്നു, അതൊരു കഥാപ്രസംഗ രീതിയിലൊക്കെ എഴുതണമെന്ന് എനിക്കുണ്ടായിരുന്നു. ഇത് പക്ഷെ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ചേച്ചിക്ക് വേണ്ടിയിട്ട് അത്യാവശ്യമായിട്ട് എഴുതിയ ഒരു ഭാവനയാണ്, 2 മണിക്കൂറും കൊണ്ട് എഴുതിയത്. പക്ഷെ എനിക്ക് ആ കല്ലിന്റെ അനുഭവം, ക്രൂശീകരണം കണ്ട കല്ല് കഥാപ്രസംഗം ആക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ അതിനുവേണ്ടി ശ്രമിക്കുന്നതായിരിക്കും.